നാഴികയ്ക്ക് 40 വട്ടം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള രാജ്യവിരുദ്ധ വാർത്തകൾ പുറത്തു വരികയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രകാശ് രാജ് എന്ന് പറയുന്ന നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദേശവിരുദ്ധൻ, ഈ പ്രകാശ് രാജിന് 3 സ്ഥലങ്ങളായി 4 വോട്ടർ ഐഡികൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം കോടതി അയാൾക്ക് ജാമ്യം കൊടുത്ത് പുറത്തിറക്കി. ഇപ്പോഴിതാ കർണാടകയിലും പ്രകാശ് രാജിന് ഈ വോട്ടർ ഐഡി ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ കർണാടകയിൽ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ചിക്കബല്ലാപൂർ ജില്ലയിൽ വോട്ടർ ഐഡി കാർഡും റേഷൻ കാർഡും വ്യാജമായി കൈവശം വെച്ച 2 പാകിസ്ഥാൻ സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ പൗരത്വം മറച്ചുവെച്ച് ഇന്ത്യൻ രേഖകൾ സമ്പാദിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഈ നടപടി. പാകിസ്ഥാൻ സ്വദേശികളായിട്ടുള്ള ഫറാനാസ്, മകൻ മുഹമ്മദ് ഫർദീൻ എന്നിവരാണ് അറസ്റ്റിലായത്. UAEയിൽ ജോലി ചെയ്തിരുന്ന ബാഗേപ്പള്ളി സ്വദേശി മുഹമ്മദ് അയൂബ് ഖാൻ അവിടെ വെച്ച് ഫറാനാസിനെ വിവാഹം കഴിക്കുകയായിരുന്നു. ഇവരുടെ 4 മക്കളിൽ മൂത്ത മകനായാണ് ഫർദീൻ ജനിച്ചത്. ഇയാൾ ജനിച്ചത് പാകിസ്ഥാനിലാണെന്നുള്ളതാണ്. നിലവിൽ ഇവർ ബാഗേപ്പള്ളിയിലെ ബസയ്യ ഗാരിപ്പള്ളി ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ബാഗേപ്പള്ളി തഹസിൽദാർ മനീഷ എൻ പത്രി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ പൗരത്വം മറച്ചുവെച്ച് ഇവർ റേഷൻ കാർഡും വോട്ടർ ഐഡിയും നേടിയതായി പരിശോധനയിൽ കണ്ടെത്തി. തുടർന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ ഈ രേഖകൾ റദ്ദാക്കുകയും ഇവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത, ഫോറിനേഴ്സ് ആക്ട്, ജനപ്രാതിനിധ്യ നിയമം എന്നിവ പ്രകാരം കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ തഹസിൽദാർമാർ വഴി പെർമനന്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റുകൾ നൽകാനുള്ള നീക്കത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ അറസ്റ്റ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം നീക്കങ്ങൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് ഔദ്യോഗിക രേഖകൾ ലഭിക്കാൻ കാരണമാകുമെന്നും ഇത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും BJP ആരോപിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.